നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആൽഷിമേഴ്സ് ഡിമെൻഷ്യ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ മറ്റ് മുതിർന്ന ആളുകളിലൊക്കെ ചിലപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കണ്ടേക്കാം. സാധനങ്ങൾ വെച്ച് മറക്കുക, ഗ്യാസൊക്കെ ഓണാക്കിയതിന് ശേഷം ഓഫാക്കാൻ മറന്നു പോവുക, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ മറന്നുപോയി വീണ്ടും ഭക്ഷണം തരാൻ ചോദിക്കുക, ചില ആളുകളുടെ പേര് മറന്നു പോവുക, വീട്ടിൽ വന്ന ഒരു അതിഥി വന്നു എല്ലാം സംസാരിച്ച് പോയി, പക്ഷെ അങ്ങനെ ഒരാൾ വന്നു എന്ന കാര്യം തന്നെ ഓർമ്മയില്ല. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ ഇത് ഒരു ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങളാകാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഏറ്റവും കോമണായ ഡിമെൻഷ്യയാണ് ആൽഷിമേഴ്സ് ഡിമെൻഷ്യ. സാധാരണഗതിയിൽ 65 വയസ്സിന് മുകളിലാണ് ആൽഷിമേഴ്സിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. ചിലപ്പോഴൊക്കെ ഇത് തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രീ ക്ലിനിക്കൽ ആൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം കൂടുതലെടുക്കുക, ഒരു കാര്യം ചോദിച്ചാൽ ഓർത്തെടുക്കാൻ സമയമെടുക്കുക, ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ മുമ്പേ കണ്ടേക്കാം. പക്ഷേ ശരിക്കും ജീവിത രീതിയെ ബാധിക്കുന്ന രീതിയിൽ ഓർമ്മപ്പശക് ആൽഷിമേഴ്സ് ഉണ്ടാക്കുന്നത് 65 വയസ്സിന് ശേഷമായിരിക്കും. ഒരു രോഗിക്ക് ഓർമ്മപ്പശക് ഉണ്ടെങ്കിൽ അത് പ്രായം കൊണ്ടുള്ളതാണോ അത് ആൽഷിമേഴ്സ് ആണോ എന്ന് എങ്ങനെ വേർതിരിക്കാൻ പറ്റും? നമ്മളുടെ പ്രായം കൊണ്ടുള്ള ഓർമ്മപ്പശകുകൾ എന്ന് പറയുന്നത് രോഗിക്ക് ജീവിത രീതിയെ ബാധിക്കാറില്ല. മിക്കപ്പോഴും സ്വന്തം കാര്യങ്ങൾ നോക്കാനും കാര്യങ്ങളിൽ ഏർപ്പെടാനും ജോലി, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നോക്കി നടത്താനുള്ള കഴിവുകളെ ബാധിച്ചാൽ, എന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിനെ ബാധിച്ചാൽ, അപ്പോഴാണ് ഓർമ്മപ്പശകിനെ നമ്മൾ ഡിമെൻഷ്യ എന്ന് വിളിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിമെൻഷ്യ എന്നതിൻ്റെ ഉള്ളിൽ ഓർമ്മപ്പശക് മാത്രമല്ല, അടുത്തുള്ളതും പഴയതുമായുള്ള കാര്യങ്ങൾ ഓർമ്മ മറന്നു പോവുക, ഇതൊന്ന്. 2, ഒരാളുടെ വ്യക്തിത്വം മാറുക, സ്വഭാവ രീതികൾ മാറുക, സംശയം കൂടുക, ടെൻഷൻ കൂടുക, അനുകമ്പയോടെയുള്ള പെരുമാറ്റം ഇല്ലാതിരിക്കുക, ഇതെല്ലാം പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങളും ഡിമെൻഷ്യയിലുണ്ടാകാം. പിന്നെ ദിശാബോധം നഷ്ടപ്പെടുക, പുറത്തേക്കിറങ്ങിയാൽ ഒരു പള്ളിയിലേക്ക് പോകേണ്ടത് എങ്ങനെ, മാർക്കറ്റിലേക്ക് പോകേണ്ടത് എങ്ങനെ, ഇത് തെറ്റുകൾ പറ്റുക, വീടിൻ്റെ ഉള്ളിൽ തന്നെ ബാത്റൂം എവിടെ, ബെഡ്റൂം എവിടെ, ഇത് മാറിപ്പോവുക, കണക്കുകൂട്ടലുകളെ ബാധിക്കുക, കടയിൽ പോയാൽ സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ബാക്കി എണ്ണി വാങ്ങിക്കാൻ പറ്റാതിരിക്കുക. ഇപ്പം ദിശാബോധവും കണക്കുമൊക്കെ മറ്റൊരു ലക്ഷണമാണ് ആൽഷിമേഴ്സിൻ്റെയും അതുപോലെയുള്ള ഡിമെൻഷ്യകളുടെയും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കോമണായ ഡിമെൻഷ്യയാണ് ആൽഷിമേഴ്സ് ഡിമെൻഷ്യ. 65 വയസ്സിന് മുകളിലുമാണ് ഇത് ഉണ്ടാവുക. എന്താണ് ആൽഷിമേഴ്സ് ഡിമെൻഷ്യയുടെ കാരണം? ചില കെമിക്കലുകൾ, അതിനെ അമൈലോയിഡ് എന്നാണ് പറയുന്നത്. ഈ അമൈലോയിഡ് എന്ന് പറയുന്ന കെമിക്കൽ തലച്ചോറിൽ ഡെപ്പോസിറ്റഡ് ആവുക, ഇതുകൂടാതെ തലച്ചോറിൻ്റെ ഉള്ളിൽ ടാവു എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടായി തലച്ചോറിലെ ന്യൂറോൺസ് എന്ന് പറയുന്ന സെല്ലുകൾ നശിക്കുകയും ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ കണക്ഷൻ സ്ലോ ആവുക, ഡാമേജ് ആവുക, ഇതൊക്കെയാണ് ആൽഷിമേഴ്സ് ഡിമെൻഷ്യയിലേക്ക് വഴിവെക്കുന്നത്. ആൽഷിമേഴ്സ് ഡിമെൻഷ്യയിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞവയൊക്കെ തന്നെ. ആൽഷിമേഴ്സ് ഡിമെൻഷ്യയിൽ ഏറ്റവും ആദ്യം ഉണ്ടാവുക മെമ്മറി ഇമ്പയർമെൻ്റാണ്. മെമ്മറി ഇമ്പയർമെൻറ്റ് തന്നെ അടുത്ത കാലത്തുള്ള റീസെൻറ്റ് മെമ്മറി അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറിയാണ് ആദ്യം ബാധിക്കപ്പെടുക. കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യം വിട്ടുപോയി, രാവിലെ ഭക്ഷണം കഴിച്ചത് എന്താണെന്ന് മറന്നുപോയി, ഒരു സാധനം അവിടെ വെച്ചു, എവിടെയാണ് വെച്ചതെന്ന് മറന്നുപോയി, എന്നാൽ പഠിച്ച സ്കൂളിൻ്റെയും കൂടെ കളിച്ച കൂട്ടുകാരുടെയും കാര്യമൊക്കെ നല്ല ഓർമ്മ. കുറച്ച് കഴിഞ്ഞാൽ സ്വന്തം മക്കളുടെ കാര്യം ചിലപ്പോൾ മറക്കും, പക്ഷേ സഹോദരൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമൊക്കെ നല്ല ഓർമ്മയുണ്ടാകും. അപ്പോൾ ഏറ്റവും അടുത്ത കാലത്തെ റീസെൻറ്റ് മെമ്മറി, വർക്കിംഗ് മെമ്മറി ഇമ്പയർമെൻ്റ് ആണ് ആൽഷിമേഴ്സിൽ ആദ്യം വരിക.
റിമോട്ട് മെമ്മറി, പഴയകാല ഓർമ്മകൾ വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലായിരിക്കും ബാധിക്കപ്പെടുക. ഓർമ്മ കഴിഞ്ഞ് അടുത്തത് ആൽഷിമേഴ്സിൽ വരുന്നത് ദിശാബോധത്തിൻ്റെ പ്രശ്നങ്ങളാണ്. പുറത്തിറങ്ങിയാൽ ചില കൺഫ്യൂഷൻ, പുതിയ സ്ഥലങ്ങളിൽ വന്നാൽ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ട്, കുറച്ചും കൂടെ വഷളായാൽ വീടിൻ്റെ ഉള്ളിൽ മുറികൾ മാറിപ്പോവുക, ബാത്റൂം എവിടെ, ബെഡ്റൂം എവിടെ, ഇങ്ങനെ അറിയാതെ ഇരിക്കുക. ഇത് കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് വരുമ്പോൾ ആളുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ വരും. പണ്ടത്തെ അത്രയും സംസാരിക്കുന്നില്ല, താല്പര്യമില്ല, കാര്യങ്ങൾ ഓർത്തെടുത്ത് വിളിച്ച് അന്വേഷിക്കുന്നില്ല. അങ്ങനെ കുറച്ചും കൂടെ ഉൾവലിഞ്ഞ ആളുകളാകും. സംസാരത്തിൻ്റെ അളവ് കുറയും, സാധനങ്ങളുടെ പേരുകൾ മറന്നുപോകും. അതായിരിക്കും അടുത്തതായി വരിക. മറ്റ് ഡിമെൻഷ്യകളെ അപേക്ഷിച്ച് സംസാരിക്കാനായിട്ടുള്ള പ്രശ്നവും ഈ വ്യക്തിത്വം മാറിപ്പോവുക എന്ന് പറയുന്നതും അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് ആൽഷിമേഴ്സിൽ ഉണ്ടാകാറുള്ളത്. ഈ ലക്ഷണങ്ങൾ ഒരു രോഗിയിൽ കണ്ടാൽ എന്തൊക്കെ പരിശോധനകളാണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനമായി തലച്ചോറിൻ്റെ ഒരു MRI ചെയ്യേണ്ടതുണ്ട്. ആൽഷിമേഴ്സ് ഡിമെൻഷ്യയിൽ തലച്ചോറിലെ മെമ്മറി കൈകാര്യം ചെയ്യുന്ന മീഡിയൽ ടെമ്പറൽ ലോബ് അല്ലെങ്കിൽ ഹിപ്പോ ക്യാമ്പസ് എന്നൊക്കെ പറയുന്ന ഏരിയയാണ് ആദ്യം ചുരുക്കം വരിക. ഇവിടെ ഈ പടത്തിൽ നോക്കിയാൽ വലതുവശത്ത് നോർമലായ ഒരു MRIയും ഇടതുവശത്ത് ഈ ചുരുക്കം വന്നിരിക്കുന്ന മീഡിയൽ ടെമ്പറൽ ലോബ് ഹിപ്പോ ക്യാമ്പസ് ഏരിയയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രോഗം മുമ്പോട്ടേക്ക് പോകുമ്പോൾ തലച്ചോറിൻ്റെ എല്ലാ ഭാഗത്തിനും ആൽഷിമേഴ്സിൽ ശോഷിപ്പ് വരും. പ്രായം കൊണ്ട് വരുന്ന ആൽഷിമേഴ്സ് അല്ലാതെ വേറെ ട്യൂമറോ ക്ലോട്ടോ തലച്ചോറിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നതൊന്നും അല്ല എന്ന് ഉറപ്പാക്കാനും ഈ MRI നമുക്ക് സഹായകമാണ്. MRI അല്ലാതെ നമ്മൾ രക്തത്തിലെ പല ടെസ്റ്റുകളും ചെയ്യും. അത് രക്തത്തിലെ സോഡിയത്തിൻ്റെ അളവ് എങ്ങനെ, രക്തത്തിലെ B12 ലെവൽ എങ്ങനെ, അങ്ങനെ ഓർമ്മപ്പശകിലേക്ക് വഴിവെച്ചേക്കാവുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാനാണ്. ചിലപ്പോഴൊക്കെ ആൽഷിമേഴ്സ് ഉള്ള രോഗിയിൽ തന്നെ ഓർമ്മപ്പശക് വഷളാക്കുന്ന മറ്റു കാര്യങ്ങളും കണ്ടേക്കാം. തലച്ചോറിനുള്ള ചുരുക്കം കൂടാതെ പ്രഷറും ഷുഗറുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലോട്ടുകളൊക്കെ തലച്ചോറിൽ കണ്ടേക്കാം. ഇവയെയാണ് നമ്മൾ മിക്സഡ് ഡിമെൻഷ്യ, അതല്ല എങ്കിൽ പല കാരണങ്ങളാൽ വരുന്ന ഡിമെൻഷ്യ എന്ന് പറയുക. ആൽഷിമേഴ്സ് എന്ന് ഉറപ്പിക്കാൻ ഇന്ന് മറ്റു ചില ടെസ്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. ഒന്നാമത്തേതാണ് അമൈലോയിഡ് ഇമേജിംഗ്. നേരത്തെ ഞാൻ പറഞ്ഞ A-ബീറ്റ അമൈലോയിഡ് എന്ന് പറയുന്ന അത് ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള പ്ലാക്കുകൾ തലച്ചോറിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കുന്നതിനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സ്കാനാണ് അമൈലോയിഡ് ഇമേജിംഗ്. ഇന്ന് അത് ബാംഗ്ലൂരിലുള്ള നിംഹാൻസിലാണ് ലഭ്യമായിട്ടുള്ളത്. ഇത് കൂടാതെ രക്തത്തിലും നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത്, തലച്ചോറിലെ ഫ്ലൂയിഡായ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എടുത്ത് ഈ അമൈലോയിഡ് ആൻഡ് ടാവു എന്നൊക്കെ പറഞ്ഞ പ്രോട്ടീൻസ് നമുക്ക് രക്തത്തിലും നട്ടലിൽ നിന്നുള്ള ഫ്ലൂയിഡിലും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ നല്ലത് നട്ടലിൻ്റെ പുറകിൽ നിന്ന് എടുക്കുന്ന ഫ്ലൂയിഡിൽ ഈ CSFൽ ഈ പറയുന്ന കെമിക്കലുകൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി രണ്ടും കൂടുതലാണ്. ഈ ടെസ്റ്റുകളിലേക്കൊന്നും പോകാതെ രോഗലക്ഷണങ്ങളും രോഗം മുമ്പോട്ടേക്ക് വഷളായ രീതിയും പിന്നെ തലയുടെ സ്കാനിൻ്റെ ഒരു രീതി എങ്ങനെ എന്ന് വെച്ചും നമുക്ക് ഒരു പരിധി വരെ ആൽഷിമേഴ്സ് ഡിമെൻഷ്യയാണ് എന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. ആൽഷിമേഴ്സിൻ്റെ ചികിത്സയെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഓർമ്മപ്പശക്, ദിശാബോധത്തിലുള്ള പ്രശ്നങ്ങൾ, പെരുമാറ്റത്തിൽ വ്യത്യാസം, വ്യക്തിത്വത്തിൽ വ്യത്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അത് തീർച്ചയായും ആൽഷിമേഴ്സ് പോലെയുള്ള രോഗം എന്തെങ്കിലും ആണോ എന്ന് പരിശോധിക്കുക. കാര്യം ഇന്ന് പണ്ടത്തേതിൽ നിന്ന് വ്യത്യാസമായി ആൽഷിമേഴ്സിനായി പുതിയ ചികിത്സകൾ വരെ ലഭ്യമായി തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കേണ്ടത് ഒരു അത്യാവശ്യമായി മാറിയിരിക്കുന്നു. നന്ദി.